ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കറി റെസിപ്പിയുമായിട്ടാണ്. കോഴിമുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ കോഴിമുട്ട യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് കഴിക്കാനും പറ്റും. പിന്നെ ഇത് മലബാർ ഭാഗങ്ങളിൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കറി റെസിപ്പി കൂടിയാണ്. പത്തിരിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കോമൺ ആയിട്ട് തയ്യാറാക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കോഴിമുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഓംലെറ്റ് കറി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ കോഴിമുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അഥവാ ചെറിയ ഉള്ളി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഒരു 3 എണ്ണമൊക്കെയാണ് ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിയും വേണം കേട്ടോ. ഇനി ഈ ഉള്ളി നന്നായിട്ട് വഴണ്ട് ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയ ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 എണ്ണം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറഞ്ഞ എരിവിലാണ് ഞാനിപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതും ചെറിയ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കും കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും, എന്നാലും ഞാനിത് നമ്മളത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ടേസ്റ്റിൽ മൊത്തത്തിൽ മാറും, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ഞാനിവിടെ തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ ശേഷം മാത്രമേ നമ്മൾക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ അതവിടെ ഇരിക്കട്ടെ. തക്കാളി നന്നായിട്ട് ഉടയട്ടെ. അപ്പോൾ ആ ടൈമിൽ നമ്മൾക്ക് തേങ്ങ കൊണ്ടുള്ള ഒരു പേസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ ഉള്ളി 4 കഷ്ണങ്ങളാക്കിയതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും അധികം ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കറാമ്പൂവും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കറാമ്പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല കളർ ഉണ്ടാവും, അതുകൊണ്ട് എരിവ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കണം. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മിതമായ വെള്ളത്തിൽ നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരക്കണം, അല്ലെങ്കിൽ നമ്മൾ കറി അത് തിളച്ച് വരുമ്പോൾ അത് ഒരുമാതിരി കിടക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തക്കാളി ഇടയ്ക്കൊന്ന് നോക്കാനും നമ്മൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് ഇപ്പോൾ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു തേങ്ങാ പേസ്റ്റ് നല്ല കട്ടിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇനി ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം വേണ്ടി വരും, അതൊരു നല്ല കറി പരുവമായി കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കറി വളരെ തിന്നായ ശേഷം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നോക്കിയ ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കറി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് തിളച്ച് വരുവാണെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. കാരണം നമ്മളുടെ ഈ മസാലേൻ്റെ കുത്തൊക്കെ മാറണമെങ്കിൽ അത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കോഴിമുട്ട ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഓംലേറ്റ് തയ്യാറാക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ട ബീറ്റ് ചെയ്യാം. അപ്പോൾ കറി അവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഓംലെറ്റിൽ നമ്മൾ ഉപ്പോ അല്ലെങ്കിൽ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഓംലെറ്റ് തയ്യാറാക്കണം. കാരണം നമ്മൾ ഈ കറിയിൽ ഉപ്പും ബാക്കി സ്പൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓംലെറ്റ് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് ആയിരിക്കും ഈ ഓംലെറ്റിന് വരൽ. അപ്പോൾ ഉപ്പ് ഒട്ടും തന്നെ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഈ കോഴിമുട്ട ബീറ്റ് ചെയ്യുമ്പോൾ.
അതുപോലെ കറിയും നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ കറി ഇച്ചിരി കൂടി തിക്കായതുകൊണ്ട് ഞാൻ 1 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് ഇടയ്ക്ക് നോക്കുക, തിക്നെസ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല വെള്ളം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ വെള്ളം റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ഓംലെറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതുപോലെ കോഴിമുട്ട പൊരിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ വളരെ തിന്നായിട്ട് കോഴിമുട്ട ഫ്രൈ ചെയ്തെടുക്കണം. കട്ടിയിൽ ഫ്രൈ ചെയ്യരുത് കേട്ടോ. 2 കോഴിമുട്ട വളരെ തിന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 2 തവണകളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ട് ചെയ്യണം എന്നുള്ളൂ. ഇനി ഇതുപോലെ തന്നെ അത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിത് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ കോഴിമുട്ട ചിക്കി എടുക്കരുത് കേട്ടോ ഈ ഒരു റെസിപ്പിയിലേക്ക്. അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് 2 സൈഡും ഫ്രൈ ചെയ്ത ശേഷം മാത്രം അത് ഇതുപോലെ നീളമുള്ള ഒരു സ്ലൈസ് ആക്കിയിട്ട് 2 ഇഞ്ചിൻ്റെ സ്ലൈസ് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ 2 ഇഞ്ചൊന്നും നോക്കിയിട്ടില്ല, ഞാനിപ്പോൾ ഏകദേശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷെ നമ്മൾ ചിക്കരുത് കേട്ടോ കോഴിമുട്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഓംലെറ്റ് ഇതുപോലെ ഞാൻ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരിക്കൽ കൂടി. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള കോഴിമുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കറിയിൽ ഈ കോഴിമുട്ട നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾക്കിത് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. എന്നാൽ ഈ കോഴിമുട്ടയിൽ നന്നായിട്ട് ഈ ഒരു കറിയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഒരു 5 മിനിറ്റ്. അപ്പം നമ്മളുടെ ഓംലെറ്റ് കറി അല്ലെങ്കിൽ ഫ്രൈഡ് എഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു എഗ് കറി തയ്യാറാക്കാൻ. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വറവിടാം. അത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറുക്കുക. ഒരു നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറവിടുന്നത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തത്. വറവിടുന്ന കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമ്മളുടെ കോഴിമുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് സജഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്